നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. PM ശ്രീയുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാർ. LDF ഭരണകാലത്ത് ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനാകില്ലെന്നും ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കുമെന്ന് സർക്കാർ തീരുമാനിക്കുമെന്നും കൺവീനർ അടൂർ പ്രകാശ്. വീര്യം കുറഞ്ഞ മദ്യത്തിൽ നിർദ്ദേശം നൽകാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്തി UDF യോഗം. കശുവണ്ടി അഴിമതി കേസിൽ പ്രതിയായ KA രതീഷ് പദവികളിൽ തുടരാൻ അയോഗ്യനെന്ന് ഹൈക്കോടതി. രതീഷ് എങ്ങനെയാണ് സുപ്രധാന പദവികളിൽ തുടരുന്നതെന്ന് ചോദ്യം. സർക്കാരിനോട് കോടതി വിശദീകരണം തേടി. പോലീസ് അസോസിയേഷൻ പുനഃസംഘടനാ ഉത്തരവിൽ സർക്കാരിന് തിരിച്ചടി. ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ. പുനർജനി കേസിൽ മുഖ്യമന്ത്രി VD സതീശന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ്. VD സതീശനെതിരെ ഒരു തെളിവും കണ്ടെത്താനായില്ലെന്നും കേസ് അവസാനിപ്പിച്ചെന്നും ആഭ്യന്തരമന്ത്രി. കേസ് CBIക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്നും രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് അസാധാരണമെന്ന് MV ഗോവിന്ദൻ. CJP സമരത്തിലെ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്ന് ഡൽഹി സർക്കാരിനോട് സുപ്രീം കോടതി. അസാധാരണ സാഹചര്യങ്ങളിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നതിൽ പോലീസിനെ എങ്ങനെ വിലക്കാനാകുമെന്ന് ചോദ്യം. സമരത്തിലെ നടപടി പ്രോട്ടോകോൾ പാലിച്ചെന്ന് CRPF റിപ്പോർട്ട്. നിയമപരമായി കൃത്യനിർവഹണം നടത്തുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും CRPF ഡയറക്ടർ ജനറൽ. ആസൂത്രണ ബോർഡിലേക്കുള്ള PSC പരീക്ഷ അട്ടിമറിക്കാൻ ആസൂത്രിതമായി ഗൂഢാലോചന നടന്നതായി ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. CPM അനുകൂല സംഘടനാ നേതാവിന് 1-ാം റാങ്ക് ലഭിക്കാൻ നടന്നത് വൻ ഗൂഢാലോചന. ഉത്തരമെഴുതാത്ത 54 മാർക്കിന്റെ ചോദ്യങ്ങൾ മൂല്യനിർണ്ണയത്തിൽ നിന്ന് ഒഴിവാക്കി. പ്രതിസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യും. വിശദമായി നോക്കാം. PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ. ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കുമെന്ന് UDF തീരുമാനിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. വീര്യം കുറഞ്ഞ മദ്യത്തിൽ നിർദ്ദേശം നൽകാൻ ഉപസമിതിയെ UDF യോഗം ചുമതലപ്പെടുത്തി. മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF ഒരു ഉപസമിതിയെ പ്രഖ്യാപിക്കുന്നതാണ്. ആ ഉപസമിതിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള തീരുമാനങ്ങൾ, ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റിനെ അറിയിച്ച്. കൂടുതൽ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. UDF സർക്കാർ രാഷ്ട്രീയമായി ഇനി അങ്ങോട്ട് ഇതിന് പല മറുപടികളും പറയേണ്ടി വരും. പറയുന്ന കാര്യം ഏത് സ്കൂളുകളിൽ നടപ്പാക്കുമെന്ന കാര്യം UDF തീരുമാനിക്കുമെന്നുള്ളതാണ്. 10 വർഷത്തിന് ശേഷം ക്ലിഫ് ഹൗസിൽ ചേർന്ന ആദ്യ UDF യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് PM ശ്രീ തന്നെയാണ്. എന്തൊക്കെയാണ്? അമ്പിളി, നിർണായകമായിട്ടുള്ള നിരവധിയായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്ന് ചേർന്ന ഈ UDF യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്പിളി പറഞ്ഞതുപോലെ തന്നെ PM ശ്രീ പദ്ധതിയുമായി UDF സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതായത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ നഖശികാന്തം ഈ വിഷയത്തെ എതിർത്ത UDF ആണ് ഇപ്പോൾ ഈ പദ്ധതിയുമായി തങ്ങൾ മുന്നോട്ട് പോവുകയാണെന്ന് അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതി ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരുന്നു. എന്നാൽ ആ സമിതിയുടെ റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കാൻ പോലും തയ്യാറാകാതെയാണ് ഇത്തരത്തിൽ നിർണായകമായിട്ട് തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ സമിതിയുടെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഏതൊക്കെ സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ച് മാത്രമുള്ളൊരു തീരുമാനത്തിലേക്കാവും കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് പോവുക എന്നുള്ളതാണ്. അത്രമാത്രം പ്രാധാന്യം മാത്രമേ ഉള്ളൂ ആ ഒരു ഉപസമിതിക്ക് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ പ്രധാനമായും പറഞ്ഞു വെക്കേണ്ടത്, കഴിഞ്ഞ സർക്കാരാണ് ഇത് ഒപ്പുവെച്ചത്, അതുകൊണ്ട് തങ്ങൾക്ക് ഇതുമായി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആവർത്തിച്ച് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കിയതും അതേ സമാനമായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വാദങ്ങളും തന്നെയാണ്. ഈ കേന്ദ്ര സർക്കാർ തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കേരളം ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം പാർലമെന്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അതൊക്കെയും
തള്ളിക്കൊണ്ടുള്ളൊരു നിലപാടാണ് അദ്ദേഹം ഇന്ന് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. PM ശ്രീ പദ്ധതിയുമായി UDF സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് വിപണി ഒരുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം. ആ വിഷയത്തിൽ ഒരു ഉപസമിതിയെ തീരുമാനിക്കാനും ആ ഉപസമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് തീരുമാനമെന്ന് അടൂർ പ്രകാശ് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ വിദേശ ഫണ്ട്, സ്വകാര്യ ഫണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അത് സ്വീകരിക്കുന്നതിൽ UDFന് അനുകൂല നിലപാടാണ് എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ നിർണായകമായിട്ടുള്ള നിരവധിയായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ UDF യോഗത്തിൽ എടുത്തിട്ടുണ്ട്. ഓരോ വകുപ്പുകളുമായും ഓരോ വകുപ്പ് മന്ത്രിമാരുമായും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ച UDF നടത്തും. അത് ഓണത്തിന് ശേഷമായിരിക്കും ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളതും ഇന്ന് പ്രധാനമായും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒപ്പം എല്ലാ മാസവും UDF യോഗം ചേരാനുള്ള ധാരണയും ഇന്നത്തെ യോഗത്തിലുണ്ടായിട്ടുണ്ട്. അമ്പിളി, ശരി, സർക്കാർ രൂപീകരണത്തിന് ശേഷം നടന്ന ക്ലിഫ് ഹൗസിൽ നടന്ന ആദ്യ UDF യോഗത്തിലാണ് PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഈ സർക്കാരിന്റെ നയമാണ്. ഒപ്പം തന്നെ ഈ UDF സർക്കാരിന്റെ മദ്യനയം സംബന്ധിച്ച് ഒരു ഉപസമിതിയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം മാത്രമേ അതിലൊക്കെ ഒരു അന്തിമ തീരുമാനം വരൂ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്. CJP സമരത്തിലെ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീം കോടതി. അസാധാരണ സാഹചര്യങ്ങളിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നതിൽ പോലീസിനെ എങ്ങനെ വിലക്കാനാകുമെന്നും കോടതി ചോദിച്ചു. അതേസമയം സമരത്തിലെ നടപടി പ്രോട്ടോകോൾ പാലിച്ചെന്ന് CRPF റിപ്പോർട്ട്. നിയമപരമായി കൃത്യനിർവഹണം നടത്തുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും CRPF ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി. കോക്രോച്ച് പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിൽ പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ ഉൾപ്പെടെ പരിക്കേറ്റ എല്ലാവർക്കും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീം കോടതി ഡൽഹി സർക്കാരിനോട് നിർദ്ദേശിച്ചു. സമരത്തിനിടെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം. അസാധാരണ സാഹചര്യങ്ങളിൽ പോലീസിന് ചില നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും ഇതിലൊന്നാണ് പെല്ലറ്റ് ഗൺ ഉപയോഗമെന്നും നിരീക്ഷിച്ചുകൊണ്ടാണ് പരിക്കേറ്റ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇടപെട്ടത്. ലാത്തിചാർജിനും കണ്ണീർ വാതകത്തിനും ശേഷവും അക്രമാസക്തമായ കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് എങ്ങനെ വിലക്കാനാകുമെന്നും കോടതി ചോദിച്ചു. സുരക്ഷാ സേനകളുടെ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിന് മാർഗനിർദ്ദേശം തയ്യാറാക്കേണ്ടി വരുമെന്നും കോടതി പരാമർശിച്ചു. ജന്തർ മന്ദിറിൽ വിന്യസിച്ച RAFന്റെ ആയുധോപയോഗത്തിന്റെ വിവരങ്ങൾ രേഖയായി സൂക്ഷിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം സമരത്തിൽ പ്രോട്ടോകോൾ പാലിച്ചാണ് എല്ലാ നടപടിയും സ്വീകരിച്ചതെന്ന് CRPF ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. നിയമപരമായി കൃത്യനിർവഹണം നടത്തുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നും CRPF ഡയറക്ടർ ജനറൽ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് പറഞ്ഞിരുന്നു. चाहे हमारी ऑपरेशनल बटालियंस हों, चाहे हमारी लॉ एंड ऑर्डर की यूनिट्स हों, आप सभी राष्ट्रहित में, जनहित में, बलहित में जो भी निर्णय लेते हैं, जो भी एक्शन लेते हैं जो कि बोनाफाइड डिस्चार्ज ऑफ ड्यूटी में है, ഭയമില്ലാതെ ചുമതല നിർവഹിക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം. സമരത്തിന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന RAF ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് അനുമതി നൽകില്ല. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ട് പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷം ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. അവസരത്തിനൊത്ത് നിലപാട് മാറ്റി പ്രതിപക്ഷം പാർലമെന്റ് തടസ്സപ്പെടുത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ വിമർശിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ പോലീസ് അതിക്രമത്തിന് ഇരയായവർക്ക് നീതി ഉറപ്പാക്കും വരെ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് മറുപടി പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം നടത്തിയ ശേഷമായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയത്. ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ അമിത്ഷാ പാർലമെന്റിലെത്താത്തത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ ആദ്യം 2 മണി വരെയും പിന്നീട് ഇന്നത്തേക്കും ലോക്സഭ പിരിഞ്ഞു. आप लोग सभी अपने अपने स्थान पर विराजिए प्लीज. सभी लोगों से निवेदन है. വന്ദേ മാതരത്തെ അപമാനിച്ചാൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ ലോക്സഭ പാസാക്കി. സമരക്കാർക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് മറുപടി വേണമെന്നും എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ വരാത്തതെന്നും കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ചോദിച്ചു. Yes, we saw the banner hours. Who ordered police action in Delhi?
who ordered firing in Delhi against students? We need an answer from the Home Minister of India. Why Home Minister of India running away from the Parliament? He is running away from the Parliament, and you are not even allowing LOP to speak. അവസരത്തിനൊത്ത് നിലപാട് മാറ്റിക്കൊണ്ട് പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ വിമർശിച്ചു. ഓരോ വിഷയങ്ങളിലും ചർച്ച നടക്കുമ്പോൾ മറ്റൊരു വിഷയമുയർത്തി പ്രതിപക്ഷം പാർലമെന്റ് സ്തംഭിപ്പിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. और हाउस न चलने दिया जाए, इसी में उनका सारा ध्यान है. और इसके साथ साथ मैंने यह भी देखा है कि विपक्ष मुद्दा विहीन है. हमेशा गोल पोस्ट चेंज करना इनकी आदत है. ആഭ്യന്തരമന്ത്രി ആരെയും ഭയക്കുന്നില്ല എന്നും രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ദേശവിരുദ്ധ ശക്തികളാണ് അദ്ദേഹത്തെ ഭയപ്പെടുന്നതെന്നും BJP എംപിമാർ പ്രതികരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ തടയുന്നതിനുള്ള പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. മുൻ കോൺഗ്രസ് സർക്കാരുകൾ പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും ആവശ്യമായ നിയമനിർമ്മാണം നടത്തിയില്ലെന്നും ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ചർച്ചയ്ക്കിടെ BJP സമരത്തിന് നേരെയുള്ള പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി നൽകണമെന്ന് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. വിശദീകരണം നൽകിയില്ലെങ്കിൽ രാജിവെക്കണമെന്നും ഇല്ലെങ്കിൽ ജനങ്ങളുടെ ശക്തി അറിയുമെന്നും മല്ലികാർജ്ജുന ഖർഗെ പറഞ്ഞു. പറഞ്ഞത് പ്രതിഷേധത്തിന് കാരണമായി. മനുസ്മൃതി ഉന്നയിച്ച് നടത്തിയ ഖർഗെയുടെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കി. A series of committees are formed, and in UPA 2 in 2010, again a very strong suggestion from one of the committees set up by them came to set up a national testing agency. പുനർജനി കേസിൽ മുഖ്യമന്ത്രി VD സതീശന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ്. VD സതീശനെതിരെ ഒരു തെളിവും കണ്ടെത്താനായില്ലെന്നും എല്ലാ കേസും അവസാനിപ്പിച്ചതായും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. കേസ് CBIക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ അന്വേഷണം ഞങ്ങൾ പരിപൂർണമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിജിലൻസ് ഡയറക്ടറുടെ ഫയൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവും എന്തിനാണെന്ന് എനിക്ക് പറയാം. അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് അവർ ചെയ്തതാണ് കഴിഞ്ഞ ഗവൺമെന്റ്. വിജിലൻസിന് പരാതി കൊടുത്തിട്ട് വിജിലൻസിൽ ആംഗിൾ ഇല്ലെന്ന് കഴിഞ്ഞ ഡയറക്ടറും ഈ ഡയറക്ടറും എഴുതുമ്പം പിന്നെ എന്ത് വിജിലൻസ് അന്വേഷിക്കാനാണ്? എനിക്കത് മനസ്സിലാവാത്ത കാര്യമാണ്. അപ്പൊ അത് തികഞ്ഞും കഴിഞ്ഞ ഗവൺമെന്റ് രാഷ്ട്രീയ പ്രേരിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു കേസാണ്. രണ്ട് ഡയറക്ടർമാർ, കഴിഞ്ഞ സർക്കാരിലെ ഡയറക്ടർ ഇവിടെയും ഈ കേസിനകത്ത് VD സതീശനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല എന്ന് വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി VD സതീശന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയത് അസാധാരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. MLA എന്ന നിലയിൽ VD സതീശൻ വിദേശയാത്ര നടത്തുന്നതിന് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ല. ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയും കിട്ടിയിട്ടില്ല. ആരുടെയൊക്കെ സഹായം കിട്ടി, എത്ര ഫണ്ട് വാങ്ങി എന്നതിലൊക്കെ അന്വേഷണം വേണം. മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് ആഭ്യന്തരമന്ത്രി ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തിയതെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. VD സതീശൻ ഫണ്ട് ചോദിക്കുന്ന വീഡിയോയും MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിനിടെ പ്രദർശിപ്പിച്ചു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും തിടുക്കപ്പെട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല ക്ലീൻ ചിറ്റ് നൽകുന്നത് അസാധാരണമായ ഒരു നിലപാടാണ്. MLA എന്ന നിലയിൽ അനുമതി വാങ്ങിയിട്ടാണോ VD സതീശൻ വിദേശത്ത് യാത്ര നടത്തിയത് എന്നത് സംബന്ധിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ല എന്നും ആഭ്യന്തര വകുപ്പിന്റെ അനുവാദം കിട്ടിയിട്ടില്ല എന്നുള്ളതുമാണ് വസ്തുതാപരമായിട്ട് പുറത്തു വന്ന വിവരം. അപ്പോൾ ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്, എത്രത്തോളം ഫണ്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുൾപ്പെടെ ഗൗരവപൂർണമായ ഒരു പരിശോധനയ്ക്ക് തയ്യാറാവേണ്ടതുണ്ട്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്. ഫണ്ട് പിരിക്കുന്നതിന് അനുവാദം നേടിയിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗൗരവമുള്ള പ്രശ്നം ആഭ്യന്തരമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി ക്ലീൻ ചിറ്റ് നൽകുകയാണ്. PSC പരീക്ഷ അട്ടിമറിക്കാൻ ആസൂത്രിത ഗൂഢാലോചന നടന്നതായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. CPM അനുകൂല സംഘടനാ നേതാവിന് 1-ാം റാങ്ക് ലഭിക്കാൻ വൻ ഗൂഢാലോചന നടന്നുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. 1-ാം റാങ്കുകാരൻ ഉത്തരം എഴുതാതിരുന്ന 54 മാർക്കിന്റെ ചോദ്യങ്ങൾ മൂല്യനിർണ്ണയത്തിൽ ഒഴിവാക്കിയതായി കണ്ടെത്തി. പ്രതിസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനായി ഉടൻ വിളിച്ചുവരുത്തും.
സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരള LP സ്കൂൾ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ നടത്തിവരുന്ന സമരം അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് 25 ദിനം പിന്നിട്ട സമരവേദിയിലേക്ക് പിന്തുണയുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ എത്തി. ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 9 മാസം പിന്നിട്ടിട്ടും പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ഒരാൾക്ക് പോലും നിയമനം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. സമരം 25ാം ദിനത്തിലേക്ക് എത്തിയപ്പോഴാണ് നിരാഹാര സമരത്തിലേക്ക് മാറുന്നത്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ലക്ഷ്യം വിട്ട് പിന്മാറില്ല. ആദ്യം റിലേ നിരാഹാരം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സമരം ഇത്രയും ദിവസം കൊണ്ടുപോയത്. ഇനി ഞങ്ങൾക്ക് സമരമുറ പയറ്റാനില്ല. ആയതുകൊണ്ട് തന്നെ ഇനി മരണം വരെയുള്ള നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് കടക്കുകയാണ്. ഇതല്ലാതെ വേറെ മാർഗങ്ങളില്ല. ഈ സർക്കാരിന് മുന്നിൽ ഇനി ജീവൻ പൊലിഞ്ഞാൽ മാത്രമേ ജോലി കിട്ടൂ എന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. ഇതിലപ്പുറമുള്ള ഒരു സമരമുറയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. ഗാന്ധിജി സ്വീകരിച്ച ഈ നിരാഹാര സത്യാഗ്രഹവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രനും യുവമോർച്ച നേതാക്കളും സമരവേദിയിലെത്തി. ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരം കാണാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് നിലത്തിരുന്ന് സംസാരിച്ചു. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പോൾ അതിമനോഹരമായിട്ട് ചിരിക്കാൻ അറിയാവുന്ന, അതിമനോഹരമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആൾ എന്ന് ആ വിശേഷണത്തിനപ്പുറം നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് പ്രവൃത്തിയാണ് വേണ്ടത്. തീരുമാനം ആകുന്നതുവരെ നിരാഹാര സമരം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണനെതിരെ TI മധുസൂദനൻ ഹൈക്കോടതിയിൽ. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വ്യാജ പ്രചാരണം നടത്തിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും TI മധുസൂദനൻ ഹൈക്കോടതിയെ അറിയിച്ചു. തുടർന്ന് V കുഞ്ഞികൃഷ്ണന് ഹൈക്കോടതി നോട്ടീസ് നൽകി. V കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ട് കള്ളൻ എന്ന തരത്തിൽ തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയെന്നാണ് TI മധുസൂദനൻ ആരോപിക്കുന്നത്. എന്നാൽ ആരോപണത്തിന് രേഖകളോ തെളിവുകളോ ഇല്ലെന്നും മധുസൂദനൻ പറയുന്നു. പോലീസ് സംഘടനകളുടെ പുനഃസംഘടന ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പോലീസ് സംഘടനകളെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള പോലീസ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. ഹർജിയിൽ തീർപ്പാകുന്നതുവരെ പുനഃസംഘടിപ്പിച്ച നടപടി സ്റ്റേ ചെയ്യുകയാണെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കി. പുനഃസംഘടന സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനവും പാടില്ലെന്ന് കോടതി വ്യക്തമാക്കി. സർക്കാർ പോലീസ് അസോസിയേഷൻ പുനഃസംഘടിപ്പിച്ചത് ജനാധിപത്യ മര്യാദ പാലിക്കാതെയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിലൂടെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കനത്ത പ്രഹരമാണ് ലഭിച്ചിരിക്കുന്നതെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. കേരളത്തിലെ പോലീസ് വിഭാഗത്തിൽ 3 പ്രധാനപ്പെട്ട പോലീസ് അസോസിയേഷനുകളാണ് ഉണ്ടായിരുന്നത്. ഭരണം മാറിയ ഉടനെ ഈ 3 അസോസിയേഷനുകളിൽ 2 അസോസിയേഷനുകളെ ഒന്നാക്കാൻ തീരുമാനിച്ചു. 2 അസോസിയേഷനും ഒന്നാക്കാൻ തീരുമാനിച്ചു. ഈ പറഞ്ഞ ആദ്യത്തെ KPAയും അതുപോലെ തന്നെ KPOയും. മൂന്നാമത്തത് സ്വതന്ത്രമായിട്ട് നിലനിർത്താനും തീരുമാനിച്ചു. അച്ചടക്ക നടപടിക്ക് ആറും കൊല്ലം സസ്പെൻഡ് ചെയ്ത് ഉൾപ്പെടെയുള്ള ആളുകളെ പിടിച്ച് അതിൻ്റെ അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കി. അവർ ഹൈക്കോടതി ഈ അഡ്ഹോക് കമ്മിറ്റി അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അതിന് സ്റ്റേ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് എന്തും ചെയ്യുന്നതിന് ഒരു മടിയും കാണിക്കാത്ത, ഒരു ജനാധിപത്യ സ്വഭാവവും നിലനിർത്താത്ത, അവരോട് ചർച്ച പോലും ചെയ്യാത്ത ഒരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ ഓർഡർ കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഓരോ തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് നല്ല പ്രഹരമാണ് ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലക്കും അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഈ അസോസിയേഷനുകളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങളിതിൻ്റെ എല്ലാം വക്താക്കളായി വരാൻ പോകുന്നു എന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നല്ല തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്.
കശുവണ്ടി ഇറക്കുമതി അഴിമതിയുമായി ബന്ധപ്പെട്ട് വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി. കേസിലെ ഒന്നാം പ്രതിയും കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടറുമായ കെ എ രതീഷ് ഇപ്പോഴും 3 സ്ഥാപനങ്ങളുടെ തലപ്പത്ത് തുടരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വിമർശിച്ചത്. ഗുരുതരമായ അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള ആളെ എങ്ങനെയാണ് നിർണായക പദവികളിൽ തുടരാൻ അനുവദിക്കുന്നതെന്ന് സർക്കാർ ചർച്ച ചെയ്യണമെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറഞ്ഞു. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാവുന്നു. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലർട്ടും നെയ്യാർ, മംഗലം ഡാമുകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുള്ള ാൽ തീരദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര പരമാവധി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. നേര്യമംഗലം ചീയപ്പാറയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണ് നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. യാത്രക്കാർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു. കേരള ജനതയുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായി മാറിയ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 2 ആണ്ട്. ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മ പുതുക്കി ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ വീണ്ടും നിറകണ്ണുകളോടെ ഒത്തുചേർന്നു. പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടന്നു. ഉറ്റവരുടെ ഓർമ്മകളിൽ വിങ്ങിപ്പൊട്ടിയാണ് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഒത്തുകൂടിയത്. ദുരന്തത്തിൽ നഷ്ടമായ പൊന്നോമനകളെ കാണാൻ കളിപ്പാട്ടവുമായി എത്തിയ അനീഷിന്റെയും സയനയുടെയും മുഖം കണ്ടുനിന്നവരുടെയും ഉള്ളുലച്ചു. മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിലാണ് ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥനയും അനുസ്മരണ യോഗവും നടത്തിയത്. മന്ത്രിമാരായ AP അനിൽകുമാർ, T സിദ്ദിഖ്, ജില്ലാ കളക്ടർ DR മേഘശ്രീ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. വെള്ളാർമല സ്കൂളിന് നഷ്ടമായ 33 കുരുന്നുകളുടെ ചിത്രങ്ങൾ കണ്ണീരോടെ നോക്കാനാകില്ല. ചൂരൽമലയിൽ രാവിലെ 7 മണിയോടെ നടന്ന പുഷ്പാർച്ചനയിൽ വെള്ളാർമല സ്കൂളിലെ അധ്യാപകൻ ഉണ്ണിമാഷും നാട്ടുകാരും ഉൾപ്പെടെ പങ്കാളികളായി. 7 മണിയോടെ തന്നെയായിരുന്നു ഫേസ് 1 ലാൻഡ്സ്ലൈഡ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റ ടൗൺഷിപ്പിലും പുഷ്പാർച്ചന നടന്നത്. ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ 298 പേരുടെ ചിത്രങ്ങൾക്ക് മുൻപിൽ വിളക്കുകൊളുത്തി പുഷ്പങ്ങൾ അർപ്പിച്ചപ്പോൾ പലരും വിങ്ങിപ്പൊട്ടി. ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ ഒന്നിച്ച് KSRTC ബസ്സിലാണ് ഉറ്റവരെ കാണാൻ ദുരന്തഭൂമിയിലെത്തിയത്. അമൃത ന്യൂസ്, വയനാട്. കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാവ് M ശ്രീശങ്കറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തുടർച്ചയായ 2ാം കോമൺവെൽത്ത് ഗെയിംസിലാണ് ശ്രീശങ്കർ വെള്ളി മെഡൽ നേടുന്നത്. ഈ നേട്ടത്തോടെ കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ തുടർച്ചയായി മെഡലുകൾ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും ശ്രീശങ്കർ തന്റെ പേരിലാക്കി. കേരള കായിക ചരിത്രത്തിൽ മറ്റൊരു സുവർണ അധ്യായമാണ് ഇതിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് കൂടുതൽ ശക്തി പകരണമെന്ന് ശ്രീശങ്കർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തികൾക്ക് മുന്നിൽ തന്റെ പേര് എഴുതി വെക്കില്ലെന്ന് പൂഞ്ഞാർ MLA MJ സെബാസ്റ്റ്യൻ. പൂഞ്ഞാറിൽ R ശങ്കര മെമ്മോറിയൽ UP സ്കൂളിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു MLAയുടെ വേറിട്ട പ്രഖ്യാപനം. കിണർ കുത്തുവാൻ രൂപ അനുവദിക്കുക, റോഡ് ടാർ ചെയ്തിട്ട് ചെണ്ട കൊട്ടി പേരെഴുതി വെക്കുക, ഒന്നും തന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ നികുതി പണമാണ് സർക്കാർ MLA ഫണ്ടായി തരുന്നതെന്നും MLA വ്യക്തമാക്കി. ഒരു കിണറിന് കൊണ്ട് 5000 രൂപ സബ്സിഡി തരിക, എന്നിട്ട് ഒരു മുക്കാച്ചാൻ നീളത്തിലുള്ള റോഡ് ടാർ ചെയ്ത് വെച്ചിട്ട് ചെണ്ട മേടിച്ച് കൊട്ടിക്കൊണ്ടിട്ട് പേരെല്ലാം എഴുതി ഒട്ടിച്ചു വെക്കുക. ഇങ്ങനത്തെ ഒരു പണി MLAയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഞാൻ MLA ഫണ്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഡെയിലിയിൽ എൻ്റെ പേര് അതിൽ എഴുതി വെച്ചേക്കല്ലേ. പഞ്ചായത്ത് പ്രസിഡന്റിനോടും പറഞ്ഞിട്ടുണ്ട്, ജിജോയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, സർക്കാരിന്റെ ഫണ്ടെടുത്ത് നിങ്ങൾ കൊടുത്ത ടാക്സ്, ഞാനും കൊടുത്ത ടാക്സ് സർക്കാർ വന്നിട്ട് അത് MLAയുടെ ഫണ്ടാണെന്ന് പറഞ്ഞ് എൻ്റെ പേരും വീട്ടുപേരും എഴുതി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? നാണം കെട്ട പണി. അല്ല, എനിക്കതൊരിക്കലും മാനസികമായി യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഫണ്ട് എഴുതി വെച്ചാണെങ്കിൽ ഗവൺമെന്റ് ഫണ്ട്, ഇത് എൻ്റെ ഡ്യൂട്ടിയാണ്.
അതല്ലാതെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ശേഷം ഞാൻ വകുപ്പ് പറയേണ്ടതല്ല. ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്, കർമ്മം ചെയ്യുക ഫലമിച്ഛിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കർമ്മം ചെയ്യാനായിട്ടാണ് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ചെണ്ട കൊട്ടി ഞാനിതിൽ നടക്കേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് ഭംഗിയായി പോകും എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുക. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ CBI ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. യൂണിടാക് ബിൽഡേഴ്സ് ഉടമസ്ഥനായ സന്തോഷ് ഷീപ്പനാണ് കേസിൽ 1-ാം പ്രതി. എറണാകുളം CJM കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രളയബാധിതർക്ക് താമസിക്കുന്നതിന് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിലെ കരാറിൽ ക്രമക്കേട് നടത്തി കോടികൾ തട്ടിയ കേസിലാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. യൂണിടാക് ബിൽഡേഴ്സ് ഉടമസ്ഥനും കൊച്ചി സ്വദേശിയുമായ സന്തോഷ് ഷീപ്പൻ, ഇയാളുടെ തന്നെ മറ്റൊരു കമ്പനിയായ സെയിൻ വെഞ്ചേഴ്സ്, സർക്കാർ പദ്ധതിയായ ലൈഫ് മിഷൻ, നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലും പ്രതികളായ സന്ദീപ് നായർ, സരിത്ത്, സ്വപ്ന സുരേഷ് എന്നിവരാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. FCRA ലംഘനത്തിനായിരുന്നു CBIയുടെ കേസ്. എറണാകുളം CJM കോടതിയിലാണ് CBI ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ, ക്രമക്കേട് നടക്കുന്ന കാലത്ത് ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് എന്നിവർക്കെതിരെ CBI അന്വേഷണം തുടരുകയാണ്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണത്തിനിടെയാണ് ലൈഫ് മിഷൻ കോഴയിടപാടും ഡോളർ കടത്തും കണ്ടെത്തിയത്. നിർമ്മാണ കരാർ ലഭിച്ചതിന് UAE കോൺസുലേറ്റിലെ ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദ് അലി ഷൌക്രിക്കടക്കം കമ്മീഷൻ നൽകിയെന്നായിരുന്നു യൂണിടാക് MD സന്തോഷ് ഷീപ്പന്റെ മൊഴി. UAEയിലെ സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റുമായി ഉണ്ടാക്കിയ കരാറിലൂടെ ലഭിച്ച 21 കോടി രൂപയിൽ 4.5 കോടി രൂപയുടെ കമ്മീഷൻ ഇടപാടുകൾ നടന്നതായാണ് CBI കണ്ടെത്തിയത്. 10 കോടി രൂപ മാത്രം ചിലവായ പദ്ധതിയിൽ 5 കോടി ലാഭമായി നിർമ്മാണ കരാർ ഏറ്റെടുത്ത സന്തോഷ് ഷീപ്പനും വകമാറ്റിയതായി CBI കണ്ടെത്തിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമലയിൽ മായം കലർന്ന നെയ്യ് വിതരണം ചെയ്തതിന് പിന്നിൽ മിൽമ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ആസൂത്രിത നീക്കമെന്ന് ദേവസ്വം വിജിലൻസ് പ്രാഥമിക റിപ്പോർട്ട്. ക്ഷീരസഹകാരിയും ദേവസ്വം ബോർഡിൽ ഉന്നത പദവി വഹിച്ചിരുന്ന ആളുമാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തൽ. വിജിലൻസ് റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണർക്ക് കൈമാറി നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം വിഷയം ചർച്ച ചെയ്യും. ശബരിമലയിൽ മിൽമയുടെ വ്യാജ നെയ്യ് എത്തിച്ചതിന് പിന്നിൽ ഉന്നതതലത്തിലെ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. മിൽമ ഉദ്യോഗസ്ഥരും ദേവസ്വം ജീവനക്കാരും ഒത്തുകളിച്ചു എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ദേവസ്വം ബോർഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പദവി വഹിച്ചയാളാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. ഇയാളുടെ സ്വാധീനം ഉപയോഗിച്ചാണ് വിതരണ കരാർ ഉറപ്പിച്ചതും പമ്പയിൽ നിന്ന് പരിശോധനയില്ലാതെ നെയ്യ് സന്നിധാനത്തേക്ക് കടത്തിവിട്ടതും. ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ഭരണസമിതിക്കും മിൽമ ഭരണസമിതിക്കും വിവരം ലഭിച്ചുവെങ്കിലും അന്വേഷണത്തിന് അവർ തയ്യാറായില്ല. ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തിയാണ് ദേവസ്വം വിജിലൻസ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക ഇടപാട് പരിശോധിക്കണമെന്നും ദേവസ്വം കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. വൻ തട്ടിപ്പാണ് നടന്നതെന്നും വിശദമായ റിപ്പോർട്ടിന് ഒരാഴ്ചത്തെ സാവകാശം വേണമെന്നും വിജിലൻസ് അറിയിച്ചു. ഗുണനിലവാരം കുറഞ്ഞ നെയ്യ് ശബരിമലയിൽ എത്തിച്ചതിലെ സാമ്പത്തിക നഷ്ടം അന്വേഷിക്കാൻ ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വടകര MDMA കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP പേരാമ്പ്ര BRC ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേസിലെ പ്രതിയായ കാവ്യ സർവീസിലിരിക്കെ നടത്തിയ വിദേശയാത്രകൾ ലഹരിക്കടത്തിൽ അന്താരാഷ്ട്ര ബന്ധത്തിന്റെ ഭാഗമായാണോ എന്ന് കണ്ടെത്തണമെന്നും BJP പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. BRC കേന്ദ്രീകരിച്ച് ലഹരിക്കടത്ത് നടന്നിട്ടുണ്ടോ എന്നും അന്വേഷണം വേണമെന്നും BJP മേഖലാ ജനറൽ സെക്രട്ടറി M. മോഹനൻ പറഞ്ഞു. മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP മണ്ഡലം പ്രസിഡന്റ് DK മനു, ജില്ലാ സെക്രട്ടറിമാരായ KK രജീഷ്, തറമ്മൽ രാകേഷ്, സംസ്ഥാന കൗൺസിൽ അംഗം TM ഹരിദാസ് തുടങ്ങിയ നേതാക്കൾ മാർച്ചിൽ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയുടെ കയ്യിൽ നിന്നും ഹാഷിഷ് ഓയിൽ പിടികൂടി. പാരച്യൂട്ട് വെളിച്ചെണ്ണയുടെ കുപ്പിയിലായിരുന്നു ഹാഷിഷ് ഓയിൽ. 28 ഗ്രാം ഓയിലാണ് പിടികൂടിയത്. വയനാട് സ്വദേശി അശ്വതിയാണ് പിടിയിലായത്. ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി ബിവറേജ് ഔട്ട്ലെറ്റിലെ ക്രൂരമർദ്ദനത്തിൽ 2 പ്രതികൾ പിടിയിൽ. വിഷ്ണു, അനുരാജ് എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ ആദ്യം കേസെടുക്കാതിരുന്ന പോലീസ് ഇന്നലെ രാത്രിയോടെയാണ് കേസെടുത്തത്. ഇതിന് പിന്നാലെയാണ് 2 പ്രതികളുടെ അറസ്റ്റ്. കേസിൽ ആകെയുള്ളത് 5 പ്രതികൾ. ബിവറേജിൽ ക്യൂവിൽ നിൽക്കാതെ മദ്യം വാങ്ങിയത് ചോദ്യം ചെയ്ത വയോധികനെ ഇവർ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു.
കോട്ടയത്ത് നവജാത ശിശു വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസ് പുതിയ വഴിത്തിരിവിൽ. അറസ്റ്റിലായ സംഘം 6 മാസം മുമ്പ് ഒരു കുട്ടിയെ തൊടുപുഴയിൽ വെച്ച് വിറ്റുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതേ തുടർന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത പുതിയ കേസ് തൊടുപുഴ പോലീസ് അന്വേഷിക്കും. അതേസമയം കേസിലെ 4ാം പ്രതി അനീന തസ്നി ജാമ്യത്തിനായുള്ള നീക്കം ആരംഭിച്ചു. നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കോട്ടയം തീക്കോയിലിൽ അറസ്റ്റിലായ സംഘം 6 മാസം മുൻപ് ഒരു കുട്ടിയെ വിറ്റതായി അന്വേഷണ സംഘം ബുധനാഴ്ച സ്ഥിരീകരിച്ചിരുന്നു. തൊടുപുഴയിൽ വെച്ചാണ് ഈ കുട്ടിയെ കൈമാറിയതെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. നിയമപരമായ കൈമാറ്റമല്ല നടന്നിരിക്കുന്നത് എന്ന് കോട്ടയം SP ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കുട്ടിയെ വിറ്റവരെയും വാങ്ങിയവരെയും കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത പുതിയ കേസ് തൊടുപുഴ പോലീസാകും ഇനി അന്വേഷിക്കുക. കൂടുതൽ കുട്ടികളെ സംഘം വിറ്റിട്ടുണ്ടോ എന്ന് അന്വേഷണം തുടരുകയാണ്. വിവാഹേതര ബന്ധങ്ങളിൽ ഉണ്ടായ കുട്ടികളെയും ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചവരുടെ കുട്ടികളെയും ഒക്കെയാണ് സംഘം വിൽപ്പന നടത്താൻ ശ്രമിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതിനാൽ പരാതികളുമായി ആളുകൾ മുന്നോട്ട് വരാനുള്ള സാധ്യത കുറവാണ്. പിടിയിലായവരുടെ മുൻകാല ബന്ധങ്ങളും ഇടപാടുകളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ അറസ്റ്റിലായ അനീന ഫോണിലെ പല ചാറ്റുകളും ഡിലീറ്റ് ചെയ്തതായാണ് പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത്. 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. ഇതിനിടെ കേസിൽ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത കൊല്ലം സ്വദേശിനി അനീനയുടെ ഭാഗത്തു നിന്ന് ജാമ്യത്തിനായുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ട മുൻസിഫ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകുക. എന്നാൽ ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർക്കും. കൂടുതൽ ആളുകൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ജാമ്യം അനുവദിച്ചാൽ ഇവരിലേക്ക് എത്താൻ കഴിയില്ലെന്നുമാണ് പോലീസിന്റെ നിലപാട്. അമൃത ന്യൂസ്, കോട്ടയം. കരാർ കമ്പനിയുടെ അനാസ്ഥ കാരണം കാസർഗോഡ് ചട്ടഞ്ചാലിൽ ലൈഫ് ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണം വർഷങ്ങളായി നീളുന്നു. 5 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി പൂർത്തിയാക്കാത്ത കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ഉദുമ MLA K നീലകണ്ഠൻ. ലൈഫ് സമുച്ചയ പരിസരം ഇപ്പോൾ കാട് മൂടിയ നിലയിലാണ്. 44 കുടുംബങ്ങൾക്ക് താമസിക്കുവാനായി ഉദുമ ചട്ടഞ്ചാലിൽ 1 ഏക്കർ സ്ഥലത്ത് പണിതു വരുന്ന ലൈഫ് ഭവന സമുച്ചയത്തിന്റെ പ്രവർത്തികളാണ് അനന്തമായി നീളുന്നത്. നിർമ്മാണം നടത്തുന്ന ഹൈദരാബാദ് ആസ്ഥാനമായ സ്വകാര്യ കരാർ കമ്പനി പെന്നാർ ഇൻഡസ്ട്രിയുടെ അനാസ്ഥയാണ് ഇതിന് പിറകിലെന്ന് ഉദുമ MLA K നീലകണ്ഠൻ കുറ്റപ്പെടുത്തി. 4 നിലകളിലായി 26,848 സ്ക്വയർ ഫീറ്റിൽ പണിയുന്ന കെട്ടിടവും പരിസരവും കാട് മൂടിയ നിലയിലാണ്. 5 വർഷമായിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്ത കരാർ കമ്പനിക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് MLA പറഞ്ഞു. ഇതിന്റെ വർക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതികരണം നമ്മുടെ ഭാഗത്തുണ്ടാകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കരാറുകാർ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഈ കരാർ പണി പൂർത്തീകരിക്കാത്തവരെ അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തണം. ജില്ലാ കലക്ടർ ഇടപെട്ടിട്ട് പോലും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇത് കരാർ കമ്പനിയുടെ അനാസ്ഥയാണ്. ലൈഫ് ഭവന സമുച്ചയത്തിന്റെ ഫയർ ടാങ്ക്, കോമ്പൗണ്ട് വാൾ, എൻട്രൻസ് റാമ്പ്, ലൈറ്റ് ഫിറ്റിംഗ് തുടങ്ങിയവ പൂർത്തിയാക്കാത്ത കാര്യം MLA ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ അതിന്റെ ഫയർ ടാങ്ക്, ഫയർ പ്രൊട്ടക്ഷൻ റാറ്റിഫിക്കേഷൻ വർക്ക്, വാട്ടർ ടാങ്ക്, പ്ലിന്ത് പ്ലാസ്റ്ററിംഗ്, ഇലക്ട്രിക്കൽ ലൈറ്റ്സ്, ഫിറ്റിംഗ്സ് ആൻഡ് പ്ലംബിംഗ്, ഡോർ പെയിന്റിംഗ്, എൻട്രൻസ് റാമ്പ് എന്നീ വർക്കുകൾ ഇപ്പോഴും ബാക്കി നിൽക്കുക. അതിന്റെ കോമ്പൗണ്ട് വാൾ പൂർത്തീകരിച്ചിട്ടില്ല. ഇന്റർലോക്ക് അല്ലെങ്കിൽ ജനറേറ്റർ ഷെഡ് എന്നിവർ വർക്ക് ബാക്കിയുണ്ട്. ഒന്നും പൂർത്തീകരിക്കാതെ ഈ വർക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. 5 വർഷം കഴിഞ്ഞിട്ടും ഒരു വർക്ക് പൂർത്തീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ലൈഫിന്റെ ഭവന സമുച്ചയം ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. 5,15,00,000 രൂപ ചിലവിലാണ് നിർധന കുടുംബങ്ങൾക്കായുള്ള ലൈഫ് ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണം നടന്നു വരുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്.